ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഹരേ കൃഷ്ണ. ശ്രീമദ് ഹരേ ഭാഗവതം കൃഷ്ണ. 10ാം സ്കന്ധം പരമശ്രോതസ് ശ്രേയസ് ശ്ലോകം അധ്യായം 16. കൃഷ്ണൻ കാളിയസർപ്പത്തിനെ ശിക്ഷിക്കുന്നു. ശ്ലോകങ്ങൾ 33 മുതൽ 36 വരെയുള്ള 4 ശ്ലോകം. ശ്ലോകം 33. നാഗപത്ന്യ ഊചു ന്യായോ ഹി ദണ്ഡ കൃതകിൽബിഷേ അസ്മിൻസ് തവാവതാര കലനിഗ്രഹായ രിഭോസുതാനമവി തുല്യദൃഷ്ടിം ദസ്തേദമം ഫലം ഏവാനുശംസൻ. നാഗപത്ന്യ ഊചു ന്യായോ ഹി ദണ്ഡ കൃതകിൽബിഷേസ്മിൻസ് തവാവതാര കലനിഗ്രഹായ രിഭോസുതാനാമവി തുല്യദൃഷ്ടി ദസ്തേദമം ഫലം ഏവാനുശംസൻ. നാഗപത്ന്യ ഊചു ന്യായോ ഹി ദണ്ഡ കൃതകിൽബിഷേസ്മിൻസ് തവാവതാര കലനിഗ്രഹായ രിഭോസുതാനാമപി തുല്യദൃഷ്ടി ദസ്തേദമം ഫലം ഏവാനുശംസൻ. വത്സരമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. നാഗപത്നി ഊചു ന്യായോ ഹി ദണ്ഡകൃതകിൽബിഷാസ്മിൻ സ്തവാവതാരകലനിഗ്രഹായ രിഭോസുതാനാനമിതുല്യദൃഷ്ടി ദൽസേദമം ഫലമേവാനുശംസൻ. പദാനുപദാർത്ഥം. നാഗപത്ന്യ ഊഞ്ചു, സർപ്പത്തിന്റെ പത്നിമാർ പറഞ്ഞു, ന്യായഹി ന്യായം തന്നെ, ദണ്ഡ ശിക്ഷ, കൃതകിൽബിഷേ അപരാധം ചെയ്തവനായ, അസ്മിൻ ഇവനിൽ, തവ അങ്ങയുടെ, അവതാരഹ ഈ ഭൂമിയിലെ ജനനം, ഖലനിഗ്രഹായ ദുഷ്ടന്മാരെ നശിപ്പിക്കാനാണ്, രിപോ ശത്രുവിന്, സുദാനാം അഭി അങ്ങയുടെ സ്വന്തം മക്കളോടും, തുല്യദൃഷ്ടി ഒരേപോലെ കാണുന്നവനായ, ദൽസെ നൽകുന്നു, ധമം ശിക്ഷയെ, ഫലമേവ അന്തിമഫലത്തെ തന്നെ, അനുശംസൻ ആലോചിക്കുന്നവനായിട്ട്. വിവർത്തനം. A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീലാ പ്രഭുപാദ് മഹാരാജ് കി ശിക്ഷോക്ക് ജയ് ഹോ. കാളിയ ഭക്തിമാർ പറഞ്ഞു, ഈ അപരാധിക്ക് നൽകപ്പെട്ട ശിക്ഷ തികച്ചും ന്യായം തന്നെയാണ്. അങ്ങ് ഭൂമിയിൽ അവതരിച്ചത് തന്നെ ദുഷ്ടന്മാരെയും മത്സരബുദ്ധിക്കാരെയും അമർച്ച ചെയ്യാനാണല്ലോ. ശത്രുക്കളോടായാലും സ്വപുത്രന്മാരോടായാലും അങ്ങ് നിഷ്പക്ഷമായിട്ടാണ് പെരുമാറുന്നത്. കാരണം അങ്ങ് ഒരു ജീവാത്മാവിനെ ശിക്ഷിക്കുമ്പോൾ അത് അവന് പരമശ്രേയസ്സായിത്തീരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 34. അനുഗ്രഹോയം ഭവതാ കൃതോ ഹിനോ ദണ്ഡോ സദാം തേ ഖലു കൽമഷാവഹാം യത് ദണ്ഡസുഖത്വം അമൂഷദേഹിനാം കൃതോപി തേ അനുഗ്രഹ ഏവ സമ്മതാം. അനുഗ്രഹോയം ഭവതാ കൃതോ ഹിനോ ദന്തോ സദാം തേ ഖലു കൽമഷാപഹാം യദ് ദണ്ഡാശകത്വം അമൂഷദേഹിനാം ക്രോധോപി തേ അനുഗ്രഹ ഏവ സമ്മതാം. അനുഗ്രഹോയം ഭവതാ കൃതോ ഹിനാം ദണ്ഡോത്സദാം തേ ഖലു കൽമഷാപഹാം യദ്ദണ്ഡാശുകത്വം അമൂഷദേഹിനാം ക്രോധോപി തേ അനുഗ്രഹ ഏവ സമ്മതാം. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. അനുഗ്രഹ അനുഗ്രഹം. അയം ഈ ഭവതഃ അങ്ങയാൽ, കൃതൈരി ചെയ്യപ്പെട്ട, നഹ ഞങ്ങൾക്ക്, ദണ്ഡഃ ശിക്ഷ, അസതാം ദുഷ്ടന്മാരുടെ, തേ അങ്ങയുടെ, ഖലു തീർച്ചയായും, കൽമഷ അപഹ പാപത്തെ നശിപ്പിക്കുന്നതാകുന്നു, യത് കാരണം, ദണ്ഡശൂകത്വം സർപ്പത്തിന്റെ രൂപമുള്ള അവസ്ഥ, അമുഷ്യ ഇവന്, ദേഹിനഃ ബന്ധാത്മാവിന്, ക്രോധഃ അഭി കോപവും, തേ അങ്ങയുടെ, അനുഗ്രഹ ഏവ അനുഗ്രഹവും തന്നെയാണ്, സമ്മതഃ സമ്മതിക്കപ്പെട്ടിരിക്കുന്നു. വിവർത്തനം. ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. അങ്ങു ചെയ്തത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. കാരണം ദുഷ്ടന്മാർക്ക് അങ്ങ് നൽകുന്ന ശിക്ഷ അവരിലെ പാപത്തെയൊക്കെ നീക്കിക്കളയുന്നു. ബദ്ധാത്മാക്കളായ ഞങ്ങളുടെ ഈ
ഹരേ കൃഷ്ണ. ബദ്ധാത്മാവായ ഞങ്ങളുടെ ഈ ഭർത്താവ് മഹാപാപിയായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് സർപ്പശരീരം ലഭിച്ചത്. അതിനാൽ അദ്ദേഹത്തോടുള്ള അങ്ങയുടെ കോപം യഥാർത്ഥത്തിൽ അങ്ങയുടെ അനുഗ്രഹമാണ്. ഭാവാർത്ഥം ശ്രീല ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ധർമ്മം അനുഷ്ഠിക്കുന്ന സദാചാര നിഷ്ഠയുള്ള ഒരുവൻ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ ഭഗവാൻ എനിക്ക് നൽകുന്ന ശിക്ഷ സത്യത്തിൽ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നയാൾ തിരിച്ചറിയുമെന്ന് ശ്രീ മാധവാചാര്യർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ അസൂയാലുക്കളായ ദുഷ്ടാത്മാക്കൾ ഭഗവാൻ അവരെ ശുദ്ധീകരിക്കാൻ ശിക്ഷ നൽകിയ ശേഷവും ഭഗവാനോട് അസൂയ വെച്ചു പുലർത്തുകയും വെറുപ്പ് കാട്ടുകയും ചെയ്യും. നിരപേക്ഷ സത്യത്തെ മനസ്സിലാക്കുന്നതിൽ അവർ തുടർച്ചയായി പരാജയപ്പെടുമെന്നത് ഈ കാഴ്ചപ്പാട് മൂലമാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 35. തപസ്സുതപ്തം കിമനേന പൂർവം നിരസ്തമാനേന ച മാനദേന ധർമ്മോ അഥവാ സർവ ജനാനുകമ്പയാം യഥോ ഭവാം തുഷ്യതി സർവജീവാം. തപസ്സുതപ്തം കിമനേന പൂർവം നിരസ്തമാനേന ച മാനദേന ധർമ്മോഥവാ സർവജനാനുകമ്പയാം യഥോ ഭവാം തുഷ്യതി സർവജീവാം. തപസ്സുതപ്തം കിമനേന പൂർവം നിരസ്തമാനേന ച മാനദേന ധർമ്മോഥവാ സർവജനാനുകമ്പയാം യഥോ ഭവാം തുഷ്യതി സർവജീവാം. ഗീതമാജി. ഹരേ കൃഷ്ണ. തപസ് സുതപദം വിധിപ്രകാരം ചെയ്യപ്പെട്ട കിൽ അനേന ഇവനാൽ കാളിയനാൽ എന്ത് പൂർവം പണ്ട് നിരസ്തമാനേന ദുരഭിമാനം വെടിഞ്ഞ് മാനവേന അന്യരെ മാനിച്ചും ധർമ്മം അഥവാ അല്ലെങ്കിൽ സർവജന അനുകമ്പയ എല്ലാ ജീവജാലങ്ങളിലും ദയോടുകൂടി യഥാ ഏതൊന്നിനാൽ ഭവാൻ നിൻ തിരുവടി തുഷ്യതി സന്തോഷിക്കും സർവജീവ എല്ലാ ജീവികൾക്കും ഉറവിടമായ വിവർത്തനം അഹങ്കാരം വെടിഞ്ഞും അന്യരെ ബഹുമാനിച്ചും ശ്രദ്ധയോടെ തപാനുഷ്ഠാനങ്ങൾ ഏതോ പൂർവജന്മത്തിൽ ഞങ്ങളുടെ ഭർത്താവ് ചെയ്തിരുന്നുവോ അതുകൊണ്ടാവുമോ അങ്ങ് അവനിൽ ഇത്ര സന്തുഷ്ടനായത്? അതോ മറ്റേതെങ്കിലും ജന്മത്തിൽ സർവ്വ ജീവജാലങ്ങളോടും ദയോടെ അവൻ ധർമാനുഷ്ഠാനങ്ങൾ പിന്തുടർന്നുവോ അതിനാൽ അങ്ങ് അവനിൽ തൃപ്തനായതാണോ? ഭാവാർത്ഥം ശില ഭക്തി വേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശില പ്രഭുപാദർ കൃഷ്ണ പരമ ദിവ്യോത്തം പുരുഷൻ ഗ്രന്ഥത്തിൽ അധ്യായം 16 ഈ സന്ദർഭത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. പൂർവജന്മങ്ങളിൽ ഭക്തിമാർഗത്തിലൂടെ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ഒരുവന് കൃഷ്ണനുമായി സമ്പർക്കം ഉണ്ടാക്കുവാൻ സാധ്യമല്ലെന്നാണ് നാഗപത്നിമാർ സ്ഥിരീകരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭാത്തിന്റെ ശിഷ്ടാഷ്ടകത്തിൽ ിരിക്കുന്ന പോലെ യാതൊരു ആദരവും പ്രദർശിക്കാതെ മറ്റുള്ളവരെ എല്ലാ വിധത്തിലും ആദരിച്ച് തിരികിൽ വലിച്ചെറിയപ്പെട്ട വൈക്കോൽ തുരുമ്പിനേക്കാൾ ആനന്ദ ഭാവത്തോടെ വിനയപൂർവ്വം ഹരേ കൃഷ്ണ മന്ത്രം ഒരിട്ട് വേണം യുഗസേവനം നടത്താൻ. കഠോര പാപപ്രവൃത്തികളുടെ ഈ സർപ്പശരീരമാണ് കാളിയനെ ലഭിച്ചതെങ്കിലും അവന്റെ പണങ്ങളിൽ ഭഗവത് ഉണ്ടാകുന്ന വിധത്തിൽ ഭഗവാനുമായി സമ്പർക്കം ഉണ്ടായോർത്ത് നാഗപത്നിമാർ അത്ഭുതം കൂറി. ഇത് തീർച്ചയായും പുണ്യകർമ്മങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഈ പരസ്പര വിരുദ്ധമായ വസ്തുതകളാണ് പെടുത്തിയത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 36. കസ്യ അനുഭാവോസ്യ നൈവ വിദ്മഹേ തവാംഗ്രീരേണു സ്പർശാധികാരാൻ യത് വാഞ്ഛയാ ശ്രീം ലലാനചരതോപി വിഹായ കാമാൻ സുചിരം ധൃതവ്രതാം. കസ്യാനുഭാവോസ്യ ന ദേവ വിദ്മഹേ തവാംഗ്രിരേണു സ്പർശാധികാരാം യത് വാഞ്ഛയാ ശ്രീം ലാലനാചരത്തപോ വിഹായ കാമാൻ സുചിരം ധൃതവ്രതാം. കസ്യാനുഭാവോസ്യ ന ദേവ വിദ്മഹേ തവാംഗ്രിരേണു സ്പർശാധികാരാം യത് വാഞ്ഛയാ ശ്രീ ലലാനുചരാത്തപോ
വിഹായ കാമാൻ സുചിരം ധൃതവ്രത. ജയമാതജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥം. കസ്യ ഏതൊന്നിന്റെ അനുഭാവ ഫലം അസ്യ ഇവന്, അതായത് കാളിയന്, ന ഇല്ല, ദേവ പ്രഭോ വിദ്മഹേ അറിയുന്നു, തവാഗ്രി അങ്ങയുടെ പാതാരവിന്ദങ്ങൾ, രേണു ധൂളി സ്പർശ തൊടാനുള്ള അധികാര യോഗ്യത, യത് ഏതൊന്നിനുള്ളിലുള്ള വാഞ്ഛയ ആഗ്രഹം കൊണ്ട് ശ്രീ ലക്ഷ്മീദേവി ലലന ഉത്തമയായ ശ്രീ ആദര ചെയ്തു, തപ തപസ്സിനെ വിഹായ ഉപേക്ഷിച്ചിട്ട്, കാമാൻ എല്ലാ ആഗ്രഹങ്ങളും, സുചിരം ഏറെക്കാലമായി, ധൃത ധരിച്ചിരിക്കുന്നു, വ്രതങ്ങളെ. വിവർത്തനം സ്ഥലപ്രപാദിക്ക് ജയ്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാതാരവിന്ദ ധൂളി സ്പർശിക്കാനുള്ള ഈ മഹത്തായ അവസരം എങ്ങനെയാണ് കാളിയന് ലഭിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഈ ലക്ഷ്യത്തിനായി ഭാഗ്യദേവതയായ ലക്ഷ്മി എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് കഠിനവ്രതങ്ങൾ സ്വീകരിച്ച് ശതാബ്ദങ്ങളോളം തപസ്സനുഷ്ഠിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിസിദ്ധാന്ത സരസ്വതീ ഇതി നാമിനേ. ശ്രീവാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമാം. മാധുര്യോജല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദാം ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗ വിരുദ്ധവ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജയേ തേ നമഃ. നമ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ. ഗൗരാവിർഭൗമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയാ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ടദാസ രഘുനാഥ ഏച്ചായ ഘോഷായ കോരി ചरण बंधन जहाँ मोते विघ्नानाश अभीष्ट पूरन वांछा कल्पद्रुवेश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो महावदन्याय कृष्ण प्रेमप्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरत्विषे नमः. पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तियम्. हे कृष्ण करुणा सिन्धो दीनबन्धो जगल्पते गोपेशा गोपिका कान्ता राधा कान्ता नमस्तुते. जयदां श्रीदो पङ्गोर्मम मन्दमदेर्गदे मत्सर्वस्वपदाम्बोजो राधा मदनमोहनो. दिव्यावृन्दारण्यकल्पधर्मदा श्रीमद् सिंहासनस्थो श्रीमद् राधा शीलगोविन्ददेवो प्रेष्ठालभि सेव्यमानो स्मरामि. श्रीमन् रासरसारम्भी वंशीवटतलस्थितः कर्षन् वेणुस्वनैर्गोपी गोपीनाथश्रीर्नाम्. तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री द्वैत गदाधर श्रीवासादि गौरभक्तवृंदा. हरे कृष्ण 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 हरे 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 राम 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 हरे हरे.
Hare Krishna 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 Hare Hare Ram 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 Hare Hare Krishna 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 Hare 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 Ram Ram Hare Hare. Nagavajña Uchu Nyayo hi danda Kritakilbishesmins Tava avatara Kala Nigrahaya Ripo Sutanam Avitulya Drishti Daste Damam Valamevan Shamsan. The voice of Kaliya serpent said, punishment this offender has been subjected to is certainly just. After all, you have incarnated within this world to curb down envious and cruel persons. You are so impartial that you look equally upon your enemies and your own sons. For when you impose a punishment on a living being, you know it for his ultimate benefit. അങ്ങനെ കാളിയന്റെ എല്ലാ ദമ്പും ഭഗവാൻ തകർത്തു. കാളിയന്റെ 1000-ലധികം വരുന്ന പണങ്ങൾ ഭഗവാൻ ചവിട്ടി താഴ്ത്തി. ഏതെങ്കിലും പണം പത്തി കാളിയൻ ഉയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഭഗവാൻ ചവിട്ടി താഴ്ത്തും. അങ്ങനെ ഭഗവാന്റെ പാദങ്ങളിൽ ഞെരിഞ്ഞുകൊണ്ട് അമർന്നുപോയ കാളിയൻ രക്തം ഛർദ്ദിക്കാനും തുടങ്ങി. നേരത്തെ കാളിയന്റെ വായിൽ നിന്ന് വിഷമാണ് വന്നെങ്കിൽ ഇപ്പോൾ രക്തമാണ് വരുന്നത്. എന്നുവെച്ചാൽ വിഷമെല്ലാം പോയി ശരീരം എന്ന് മനസ്സിലാക്കി കാളിയൻ മനസ്സിലാക്കിയത് സർവശക്തനായ പരമദിവ്യോത്ത പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. കാരണം തൻ്റെ ചിരവൈരിയായിട്ടുള്ള ഗരുഡനേക്കാൾ എത്രയോ ആയിരക്കണക്കിന് മടങ്ങ് ശക്തികളാണ് അദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹം തന്നെയാകാൻ, ഭഗവാൻ തന്നെയാകാൻ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം ഭഗവാനെ നമസ്കരിച്ച് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ശരണത്തിൽ അദ്ദേഹം വരികയാണ്. അപ്പോൾ ഇത് കണ്ട നാഗപത്നിമാർക്ക് അപ്പോൾ ആ സമയത്ത് കാളിയനോട് അനുകമ്പ തോന്നി. ഭഗവാൻ കാളിയനെ മർദ്ദിക്കുമ്പോൾ നാഗപത്നിമാര് വളരെ സന്തോഷം തോന്നി. കാരണം ഇത്രയും കലുവായി, ഇത്രയും നീചനായിട്ടുള്ള, ഇത്രയും ക്രൂരനായിട്ടുള്ള, ഇത്രയും വിഷം അടങ്ങിയിട്ടുള്ള ഒരാള് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷജീവിയെ ഉചിതമായ രീതിയിൽ തന്നെ ഭഗവാൻ ശിക്ഷിക്കുന്നുണ്ട്, അത് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതെ ആ കളി ഭരിച്ചു കഴിഞ്ഞാൽ, ചത്തു കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് ഭഗവാന്റെ സേവയിലിരിക്കാമല്ലോ എന്നൊക്കെ അവർ ചിന്തിച്ചു. പക്ഷെ കാളിയൻ ഇപ്പോൾ ഭാവം മാറി, ഇപ്പോൾ കംപ്ലീറ്റ് സറണ്ടറായി ഒരു വൈഷ്ണവ രീതിയിൽ, ഒരു വൈഷ്ണവേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ വൈഷ്ണവനെ പോലെ തന്നെ ശരണമടഞ്ഞ ഭഗവാൻ ശരണമടഞ്ഞപ്പോൾ നാഗപത്നിമാർക്ക് രക്ഷയ്ക്ക് എത്താൻ തോന്നി. ഭഗവാനോട് അപേക്ഷിക്കാൻ അതിനുവേണ്ടി അവരെല്ലാവരും കൂടി വന്നു. കുഞ്ഞുങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഭഗവാനോട് അപേക്ഷിച്ചു തുടങ്ങി. അപ്പോൾ അതിൽ പറയുന്നത് തന്നെ നമ്മൾ ഏതെങ്കിലും ക്രൂരകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പശ്ചാത്തപിക്കാനുള്ള മനസ്സുണ്ടാവുള്ളൂ. നമ്മൾ എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം ഏറ്റു പറഞ്ഞ് മുഴുവൻ സമ്മതിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പശ്ചാത്താപം വളരെയധികം പ്യൂരിഫിക്കേഷൻ ഉണ്ടാക്കും. അതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം, ധാരാളം തെറ്റുകൾ ചെയ്തതിന് ശേഷം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക, അത് ന്യായീകരിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മുടെ ആ പിന്നീട് വരുന്ന പ്യൂരിഫിക്കേഷൻ തടസ്സം ഉണ്ടാകും. വീണ്ടും വീണ്ടും നമ്മൾ ഇതിനെ കടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കാളിയൻ പശ്ചാത്തപിച്ചപ്പോൾ നാഗപത്നി വരെ പറഞ്ഞു, ഭഗവാനെ അങ്ങ് കൊടുത്ത ശിക്ഷ തികച്ചും ഉചിതമാണ്, അതുകൊണ്ട് ശരിയായിട്ടുള്ള ശിക്ഷ തന്നെയാണ്. കാരണം കാളിയൻ ഇത്രയും കാലം പാവങ്ങളായ, പ്രതികരിക്കാൻ പറ്റാത്ത, ശക്തി കുറഞ്ഞ ബലഹീനരായ പല ജീവാത്മാക്കളെയും കണ്ടമാനം ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പം അതിന് പറ്റിയ ശിക്ഷ തന്നെയാണ് അങ്ങ് കൊടുത്തിട്ടുള്ളത്.
കാരണം അങ്ങയുടെ അവതാരം തന്നെ എങ്ങനെയാണുള്ളത്. കലാചന്യൻ എൻവിയസ് ആണ്. ഏറ്റവും ലോകത്തെ ഏറ്റവും മോശമായിട്ടുള്ളത് എൻവിയാണത്. കാരണം നമ്മളിവിടെ വരാനുള്ള കാരണം തന്നെ എൻവിയാണ്, അസൂയയാണ്. ഭഗവാനോടുള്ള അസൂയ കാരണമാണ് നമ്മൾ ഇവിടെ വന്നത്. ഭഗവാനോട് അസൂയ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ പോലെ തന്നെ നമുക്ക് ആസ്വദിക്കണം, എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതേപോലെ ഗുരുവിൻ്റെ സ്ഥാനം കണ്ടു കഴിഞ്ഞ് ഗുരുവിൻ്റെ മറ്റുള്ളവർ കൊടുക്കുന്ന ആദരവ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഗുരുവിന് ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ആദരവ് തനിക്കും വേണം എന്ന് വിചാരിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്ഥാനത്ത് കയറിപ്പറ്റാനുള്ള മോഹം ചില ആൾക്കാർക്ക് ഉണ്ടാവും. അങ്ങനെ ഗുരുവിൻ്റെ സ്ഥാനത്ത് അവർ കയറിപ്പറ്റും. പക്ഷെ അത് ഏറ്റവും നീചമായിട്ടുള്ള കർമ്മമാണ്. അത് അവരിപ്പം മനസ്സിലാക്കുന്നില്ല. കാലക്രമേണ ജന്മം കഴിയുമ്പോൾ അടുത്ത ജന്മത്തിൽ അവർക്ക് വരാൻ വരുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയെന്നെങ്കിൽ അവർ ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു. ഇത് ഭഗവാന്റെ നിശ്ചയമാണ്. ഇങ്ങനെയുള്ള എൻവിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭഗവാനോട് അസൂയ തോന്നി നമ്മൾ ഭൗതികലോകത്തിൽ വന്നു. ഗുരുവിനോട് അസൂയ തോന്നി നമ്മൾ ഗുരുവിന്റെ പദം ഏറ്റെടുത്തു. അപ്പൊ അങ്ങനെയുള്ള ആളെ ഭഗവാൻ മാതൃകാരമായിട്ട് ശിക്ഷിക്കും. അപ്പോൾ അത് വളരെ ന്യായമാണ്. ഭഗവാന്റെ ശിക്ഷ ന്യായം തന്നെയാണ് എന്ന് നാഗന്മാരെ പറയുന്നു. കാരണം ഭഗവാനെ സംബന്ധിച്ചോളം ശത്രുക്കൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിന്ദകർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അസൂയവാലുക്കൾ എന്ന് പറയുമ്പോൾ അത് ആരുമാണുമാവാം. ഭഗവാനാർക്കും അനിമീസായിട്ട് പറ്റില്ല. ഭഗവാന് ശത്രുക്കളേ ഇല്ല. ആസുരിക ഭാവമുള്ള ആൾക്കാർക്ക്, നിന്ദാത്മകമായ ഭാവമുള്ള ആൾക്കാർക്ക്, അസൂയ കൊണ്ട ആൾക്കാർക്ക് അവരെല്ലാം കല ആയിട്ട് കണക്കാക്കും ഭഗവാൻ. അത് ആരും വേണോ, തൻ്റെ സ്വന്തം പുത്രനായാലും ശരി ഭഗവാൻ അങ്ങനെ തന്നെ കണക്കാക്കും. ഇപ്പൊ ഹിരണ്യകശിപുവിനെ ശത്രുവായിട്ട് കണക്കാക്കി. എന്തുകൊണ്ട് ശത്രുവായിട്ട് കണക്കാക്കി? പ്രഹ്ലാദ് ശത്രുവാണ് ഹിരണ്യകശിപു. അപ്പോ പ്രഹ്ലാദ് മഹാരാജ ഭഗവാന്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള, ഭഗവാന്റെ ഏറ്റവും അടുപ്പമുള്ള, ഭഗവാന്റെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഭക്തനാണ് പ്രഹ്ലാദ് മഹാരാജ്. അങ്ങനെ പ്രഹ്ലാദ് മഹാരാജിന് എതിരെ ഹിരണ്യകശിപു എല്ലാ തരത്തിലുള്ള ക്രൂരപീഡനങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അതിനെ ശിക്ഷിക്കാൻ അപ്പോൾ ഭഗവാന്റെ ശത്രുവിന്റെ മാറി തന്നെയാണ് ഹിരണ്യകശിപു. അവൻ ശിക്ഷിച്ചു. വേണ്ട ശിക്ഷ, തക്കതായ ശിക്ഷ ഹിരണ്യകശിപുവിനെ ഭഗവാൻ നൽകി. അതേസമയം നരകാസുരൻ, ചക്രവർത്തികൾ നരകാസുരനെ പറ്റി പറയണ്ട. നരകാസുരൻ ആരാ? അതല്ല, നരകാസുരൻ ആരുടെ മകനാ? നരകാസുരൻ ഭൂമി ദേവിയുടെയും വരാഹമൂർത്തിയുടെയും മകനാണ്. വരാഹമൂർത്തി ഭൂമിയെ രക്ഷിച്ചു വരുമ്പോ അതിൽ നിന്ന് ഗർഭം ധരിച്ചാണ് നരകാസുരൻ. അപ്പൊ ഭഗവാന്റെ പുത്രനാണ്. അപ്പോ ഭഗവാന്റെ പുത്രനാണ് നരകാസുരൻ. പക്ഷെ നരകാസുരന് ഇതേപോലെ ശിക്ഷ ഭഗവാൻ നൽകുകയാണ്. അപ്പോ ശത്രു ആയാലും ശരി, മിത്രമായാലും ശരി, പുത്രനായാലും ശരി, താന്താക്കൾ ചെയ്ത ക്രൂരകൃത്യങ്ങള് അതിന് വേണ്ട ശിക്ഷ ഭഗവാൻ കൊടുക്കും. ഇപ്പൊ നമ്മൾ ജഡ്ജ് ഒരാളെ വിധിക്കുകയാണ്, തൂക്കി കൊല്ലാൻ വിധിക്കുമ്പോൾ ജഡ്ജിയെ സംബന്ധിച്ചോളം ഈ കൊലയാളി ശത്രുവാണോ ജഡ്ജിന്റെ? ശത്രുവല്ല. ന്യായപീഠത്തിൽ കോടതിയിലേക്ക് എത്തിയപ്പോ ഈ പ്രതി കൊലയാളിയാണെന്ന് പറഞ്ഞപ്പോ അതിന് തക്കതായ ശിക്ഷ ജഡ്ജി കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ജഡ്ജിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വധശിക്ഷയ്ക്ക് കൊടുക്കുകയല്ല ചെയ്യണം. ന്യായമായിട്ടുള്ള കാര്യം ചെയ്തു, ഇത്രയേ ഉള്ളൂ. ഇത് കൊലയാളിയാണ്, അത് തക്കതായ ശിക്ഷ, വധശിക്ഷേന് അതുപോലെ വധശിക്ഷ കൊടുക്കണം എന്ന് ജഡ്ജി കൽപ്പിക്കുമ്പോൾ പൂർവ്വ വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പുണ്ടായ വൈരാഗ്യം കൊണ്ടോ അല്ല ഇത് ചെയ്യുന്നത്. ന്യായത്തിന്റെ ഭാഗം. അതുപോലെ ഭഗവാൻ ആരോടും ദേഷ്യം പുലർത്തുന്നില്ല. കാരണം ഇവർക്ക് ശിക്ഷ കൊടുക്കുന്നത് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ഗുണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് പിന്നീട് കർമ്മഫലം ഉണ്ടാവില്ല.
ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞ് ഫലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫലത്തിന് അനുയോജ്യമായിട്ടുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് കർമ്മഫലം ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മനുസംഹിത പ്രകാരം ഒരു കൊലയാളിക്ക് വധശിക്ഷ തന്നെ നൽകണം എന്ന് പറയുന്നത്. അതൊക്കെ രാജാവ് വധശിക്ഷ തന്നെ കൊടുക്കും. വധശിക്ഷ കൊടുത്തില്ലെങ്കിൽ അടുത്ത ജന്മത്തെ ആൾക്ക് ഇതിനേക്കാൾ നരകതുല്യമായിട്ടുള്ള ജന്മം എടുക്കേണ്ടി വരും. അതുകൊണ്ട് രാജാവ് ഇയാൾക്ക് വധശിക്ഷ കൊടുക്കുമ്പോൾ രാജാവ് ദയ കാണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ക്രോധമല്ല കാണിക്കണം. അവിടെ രാജാവ് മനസ്സാക്കിയിട്ടാ ചെയ്യുന്നത്. മനസ്സംഹിത അറിഞ്ഞുകൊണ്ട് ഇതാണ് ചെയ്യേണ്ട, ഉചിതമായ ദണ്ഡം ഇത് തന്നെയാണ് എന്ന് വിചാരിച്ച് ആ ഉചിതമായ ദണ്ഡം കൊടുക്കണം. ഇതാണ് ന്യായം എന്ന് പറയുന്നത്. ഉചിതമായിട്ടുള്ള കാര്യം ചെയ്യുക, ആരോടും അന്യായം ചെയ്യാൻ പാടില്ല, എല്ലാവരോടും ഒരേപോലെ ന്യായം ചെയ്യണം. അതിനുശേഷം ഭഗവാനെ കാലുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ കൈകൊണ്ട് വധിക്കപ്പെടുന്ന സകല ആൾക്കാർക്കും അവസാനം മോക്ഷം കിട്ടും ചെയ്യും. അതുകൊണ്ട് ഭഗവാനെ ഇത്രയും മേഴ്സിഫുള്ളായിട്ട് കണക്കാക്കും. അത് കാളീന് മാത്രമാണോ അനുഗ്രഹം? ഞങ്ങൾക്ക് കൂടി അനുഗ്രഹമാണെന്നാണ് നാഗപത്മാരെ പറയണം. അനുഗ്രഹോയം ഭവതഃ കൃതോ നിദണ്ഡോ ശതം തേ ഖലു കൽമഷാവഹ യത് ദണ്ഡശുകത്വം അമൂഷദേഹിനാം ക്രോധോ വീതേ അനുഗ്രഹ ഏവ സമ്മദാ. What you have done here is actually mercy for us, since the punishment you give to wicked certainly drives away all their contamination. Indeed, because this conditioned soul of a husband is so sinful that he has assumed the body of a serpent, your anger towards him is obviously to be understood as your mercy. അത് ഞങ്ങളോട് കൂടിയ ചെയ്ത അനുഗ്രഹമാണ്. കാരണം അങ്ങ് ഉചിതമായ ദണ്ഡം കൊടുക്കുമ്പോൾ അവരുടെ പാപകർമ്മങ്ങൾ ഇല്ലാതെയുമാകും. ആ ചെയ്ത പാപകർമ്മങ്ങൾ മുഴുവൻ ഇല്ലാതാകും. ഇപ്പോൾ നമ്മുടെ ഭർത്താവ് കാളിയന് ഈ നാഗശരീരം തന്നെ, ഈ ശരീരം കിട്ടിയത് കൊടും വിഷമുള്ള കാളിയ ശരീരം കിട്ടി തന്നെ അയാളുടെ പൂർവ്വകർമ്മം ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ അടിസ്ഥാനത്തിലാണ് നൽകപ്പെട്ടത്. അത് നമുക്കറിയാം. അപ്പോൾ ആ ശരീരം കിട്ടിയപ്പോൾ അതനുസരിച്ചിട്ട് ആൾ ചെയ്തു പ്രവർത്തിച്ചു. എന്നിട്ട് അയാളിപ്പോൾ ദണ്ഡം കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത 2 ശ്ലോകങ്ങളിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വരും. അത് മധ്വാചാര്യ ഇവിടെ പറയുന്നുണ്ട്. വളരെയധികം പാപം ചെയ്ത ആൾക്കാർക്ക് ഉചിതമായ ദണ്ഡ് കൊടുക്കുമ്പോൾ അയാളുടെ എല്ലാ പാപകർമ്മങ്ങളും ഇല്ലാണ്ട് വരും. ദെൻ ഹി ഫീൽസ് ഹാപ്പി, അയാൾക്ക് സന്തോഷമാണ്. പക്ഷേ ഭഗവാൻ ദണ്ഡം ശിക്ഷ കൊടുക്കുമ്പോൾ അസൂയ വീണ്ടും കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേഷ്യം മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും മോക്ഷം കിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭഗവാൻ ആരെല്ലാം ശിക്ഷിച്ചിട്ടുണ്ടോ, വധിച്ചിട്ടുണ്ടോ, അവരെല്ലാം പശ്ചാത്തപിച്ച് തന്നോട് ഭഗവാൻ ചെയ്ത ശിക്ഷ, തനിക്ക് തന്ന ശിക്ഷ ഉചിതമാണ്, വളരെ ന്യായമാണ് എന്ന് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഉടനടി ഭഗവാന്റെ ലിബറേഷൻ കിട്ടും. അല്ലാത്ത ആൾക്കാർക്ക് എന്താ, വീണ്ടും വീണ്ടും ഈ പറഞ്ഞ ചക്രത്തിൽ പെടേണ്ടി വരും. കാരണം ഭഗവാനെ താത്വികമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. എന്തുകൊണ്ട് ഭഗവാൻ നമ്മൾ ശിക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്, കാരണം ഭഗവാന്റെ ആ പൊസിഷൻ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഭഗവാനെ താത്വികമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട്, ഭഗവാൻ എന്തുകൊണ്ട് തന്നെ ശിക്ഷിച്ചു എന്ന് ഇവർക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട് അവരെന്താ, ഭഗവാനെ വീണ്ടും അസൂയ, എന്നെ കുതിരിച്ചു, എന്നെ കണ്ടില്ലേ, ബാക്കി ആരും കുതിരിച്ചിട്ട് എന്നെയാണ് കുതിരിച്ചു, എന്നെ ദ്രോഹിക്കണല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും ഇതേപോലെ യാതനകൾ, ഈ പറഞ്ഞ പുനർജന്മങ്ങൾ ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷെ ഞങ്ങളുടെ ഭർത്താവിനെ അങ്ങ് അതിൽ നിന്ന് രക്ഷിച്ചു, മോചിപ്പിച്ചു. അത് ഞങ്ങളോട് ചെയ്ത അനുഗ്രഹമാണ്. ഞങ്ങളുടെ ഭർത്താവാണ്.
അതുകൊണ്ട് ഭർത്താവിനെ ഇങ്ങനെ ശിക്ഷിക്കുമ്പോൾ വളരെ ഏറ്റവും പരിതാപകരമായിട്ട് വീണ്ടും വീണ്ടും 16-ാം അധ്യായത്തിൽ പറഞ്ഞാൽ വീണ്ടും വീണ്ടും അന്ധകാരമായ കോണിലേക്ക് അങ്ങ് തള്ളിയിട്ടില്ല. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അങ്ങ് നൽകിയ അനുഗ്രഹമാണ്. സാത്വികമായിട്ടുള്ള ഭാര്യകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കൊരിക്കലും ഭർത്താവിന് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഭർത്താവിന് എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്ന് കാക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളുടെ ആ സന്തോഷം കൂടി ഞങ്ങൾക്ക് കൂടി സന്തോഷം നൽകുന്ന കാര്യമാണ് അങ്ങ് ഇയാൾക്ക് നൽകിയ ഈ ഭർത്താവിന് നൽകിയ ശിക്ഷ അങ്ങ് നൽകിയ വളരെ ശരിയാണ്. പിന്നെ വീണ്ടും നഗരത്തിമാരെ 2 ശ്ലോകങ്ങളോടെ ഭഗവാനെ അറിയിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ആ ദേഷ്യം താഴാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ ദേഷ്യം അത് അങ്ങ് ചെയ്ത് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെന്തെങ്കിലും ദേഷ്യപ്പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരാളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് പറഞ്ഞത് ശരിയാണ്, ഉചിതമായ കാര്യമാണ്. കാരണം നമ്മൾ ദേഷ്യം എന്നുള്ളത് പേഴ്സണെ കൊണ്ടാകാൻ പാടില്ല. നമ്മുടെ വ്യക്തിപരമായ കാര്യം കൊണ്ട് ഒരാളുടെ ദേഷ്യം പാടില്ല. എന്തെങ്കിലും അപരാധം വന്നു അയാളുടെ കയ്യിൽ നിന്ന്, കുറ്റം വന്നു, അപ്പോൾ അയാൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അത് ന്യായം തന്നെ പറയും. അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ ചെറിയ കാര്യത്തിനോ നമ്മൾ ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ, നമ്മുടെ അതോറിറ്റി ആ പൊസിഷൻ വെച്ച് നമ്മൾ ചീത്ത പറയാൻ കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അല്പത്തമായിട്ടും അന്യായമായിട്ടും ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷാണ്. നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയോ വിദൂരമായ കാര്യങ്ങൾ ഭഗവാൻ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾക്കിപ്പോൾ കാളിയൻ്റെ ഇപ്പോഴത്തെ ജന്മത്തെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ. എന്നാൽ കാളിയൻ എടുത്ത എല്ലാ ജന്മങ്ങളും ഭഗവാൻ അറിയാം. എത്ര ജന്മങ്ങൾ കാളിയൻ എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ട്. അവിടെ എല്ലാ അക്കൗണ്ടും ഭഗവാൻ അറിയാം. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഒരാളെ പ്രത്യേക രീതിയിൽ ശിക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകാൻ അനുഗ്രഹം കൊടുക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവര് അതിന് യോഗ്യരാണ്. ആ ഒരു അവസ്ഥയ്ക്ക് ഭഗവാൻ കൊടുക്കുന്ന ശിക്ഷയായാലും ശരി അനുഗ്രഹമായാലും ശരി ഒരാൾക്ക് ഭഗവാൻ കൊടുക്കുമ്പോൾ അതിന് തികച്ചും അവർ യോഗ്യരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ അല്പമായ അറിവുകൊണ്ട് നമ്മൾ ഭഗവാനെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഭഗവാന്റെ അസൂയ വന്നു. നേരത്തെ പറഞ്ഞാൽ ശിക്ഷ നൽകിയതിനു ശേഷം ഭഗവാൻ മനസ്സിലാക്കാണ്ട് ഭഗവാൻ നമ്മളെ അന്യായമായി ശിക്ഷിച്ചു എന്ന് കരുതുമ്പോൾ വീണ്ടും നമുക്ക് പതനാനുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന എല്ലാ ശിക്ഷകളും നമ്മുടെ ജീവിതത്തിൽ എല്ലാം കിട്ടുന്ന ഭക്തനെ സംബന്ധിച്ചോളം നമ്മുടെ വീട്ടില് നമ്മുടെ റിവേഴ്സസ്, നമ്മുടെ ലൈഫിൽ കിട്ടുന്ന എല്ലാ റിവേഴ്സസും എന്തെങ്കിലും ഏത് വഴിയാലും ശരി, അതിഭൂതമായാലും ശരി, അതിദൈവികമായാലും ശരി, അതിഭൗതികമായാലും ശരി, അത് ഭഗവാന്റെ അറേഞ്ച്മെന്റ് പ്രകാരം ഭഗവാൻ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് തരുന്നതാണ്. അപ്പൊ നമുക്ക് സന്തോഷമാണ് വേണ്ടത്. കാരണം നമ്മളെ ഭഗവാൻ ഗൗനിക്കുന്നുണ്ട്, നമ്മളെ കണക്കിൽ എടുത്തിട്ടുണ്ട്, നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മൾ ഭഗവാനെ ശരണമടയുമ്പോൾ ഒരു കുട്ടി എങ്ങനെയാണോ അച്ഛനമ്മമാരെ ശരണമടയുന്നത്, കുട്ടിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഏത് കാര്യത്തിലും അച്ഛനും അമ്മയും നമ്മളെ സഹായിക്കും. അച്ഛൻ നമ്മളെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ സഹായിക്കും, ഏത് വിധത്തിൽ നമ്മളെ പിന്തുണയ്ക്കും എന്ന് കുട്ടി നോക്കുന്നില്ല. കുട്ടിക്ക് ഉറപ്പാണ് അച്ഛൻ ഉണ്ട്, അതുകൊണ്ട് അച്ഛൻ എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ഭഗവാനെ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ എപ്പോഴും ഭഗവാൻ നമ്മുടെ ഒപ്പമുണ്ട്. പക്ഷെ ഏത് തരത്തിലാണ് ഭഗവാൻ നമ്മളെ സഹായിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നില്ല എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഏത് തരത്തിൽ ഭഗവാൻ നമ്മളോട് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരാൾ പ്രതീക്ഷ വന്നു, ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആന്തരികമായെങ്കിൽ നമുക്ക് ഭഗവാനോട് ഒരു ചെറിയൊരു, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ ഭഗവാൻ ഇന്ന രീതിയിൽ നമ്മളെ സഹായിക്കുക അല്ലെ ഏതെങ്കിലും നമ്മൾ വിചാരിച്ചില്ല ഭഗവാൻ കൊണ്ട് അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല. കുട്ടി എങ്ങനെയാണോ 100% ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യണം, അതുപോലെ നമ്മൾ ഭഗവാനെ 100% നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. ബാക്കി കാര്യങ്ങൾ ഭഗവാൻ നോക്കിക്കോളും.
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകണം എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതാണ് ശരിയായിട്ട് ശരണാഗതി. അല്ലെ നമ്മൾ ശരണം അടഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാ രീതിയിലും ഭഗവാൻ സമയമല്ല ഇന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ നടക്കും, ഭഗവാനെ ആശ്രയിച്ചാൽ മതി. 99% ആൾക്കാരുടെയും ആ ശരണാഗതി ആറ്റിറ്റ്യൂഡ് അതാണ്. എന്നാൽ പൂർണ്ണമായിട്ട് ശരണം 100% ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ചെയ്യുന്ന ആൾക്കാരുടെ ആ മെന്റാലിറ്റി അങ്ങനെയല്ല. ഭഗവാനിൽ നിന്ന് ഒരു തരത്തിലുള്ള സഹായവും ഭഗവാൻ സഹായിക്കുന്നതല്ലാണ്ട് ഇന്ന തരത്തിൽ ഭഗവാൻ നമ്മളെ സഹായിക്കും എന്നൊരിക്കലും ഭക്തൻ പ്രതീക്ഷിക്കില്ല. ഭഗവാന്റെ സംരക്ഷണം എപ്പോഴും തനിക്കുണ്ടാകും. അത് ഏത് തരത്തിലാകണം എന്ന് മാത്രം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് അപ് ടു കൃഷ്ണ. അവിടെയാണ് നമ്മളെ വില്ല് കൊടുക്കണം, അവിടെ നമ്മുടെ സ്വേച്ഛ അവിടെ കൊടുക്കണം. സ്വേച്ഛ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അതിടെ തീരുമാനം കയറിയിടും. സ്വേച്ഛയാണ് തീരുമാനങ്ങൾ ഉണ്ടാക്കണം. ആ സ്വേച്ഛ വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ തീരുമാനങ്ങളില്ല, എല്ലാം ഭഗവാന്റെ തീരുമാനങ്ങളാണ്. അപ്പോ നാഗകന്യമാരെ സംബന്ധിച്ചോളം ഭഗവാന് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്ത് കാളിയൻ. അപ്പൊ കാളിയന് കിട്ടിയ ശിക്ഷ ന്യായമാണ് എന്നടുത്ത ശ്ലോകത്തിൽ പറയാണ് 35-ാം ശ്ലോകത്തില് തപസുദപ്തം കിമനേന പൂർവം നിരസ്തമാനേന ച മാനദേന ധർമ്മോധവാ സർവജനാനുകമ്പയാ യഥാ ഭവാം തുഷ്യതി സർവജീവാൻ. Did our husband carefully perform austerities in a previous life with his mind free of pride and full of respect for others? Is that why you are pleased with him? Or did he in some previous existence carefully execute religious duties with compassion for all living beings? And is that why you, the life of all living beings, are now satisfied with him? സർവജീവ എന്ന് വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സർവജീവാചന്യൻ, ദ സോഴ്സ് ഓഫ് ലൈഫ് ഫോർ ഓൾ ബീങ്സ്. എല്ലാവരുടെയും ജീവന്റെ പിന്നിൽ നിൽക്കുന്നത് ഭഗവാനാണ്. അപ്പൊ ജീവൻ നമുക്ക് കിട്ടുന്നത് ഭഗവാൻ വഴിയാണ്. ആത്മാവിന്റെ ജീവൻ വരുന്നു. ആത്മാവ് ശരീരമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശരീരത്തിന് ജീവൻ ഉള്ള മാതിരി ആ ആക്ഷൻ നമ്മൾ നടത്തുന്നു. പക്ഷെ എല്ലാത്തിൻ്റെയും മൂലമായ കാരണം ഭഗവാനാണ്. 5 കാരണങ്ങൾ, ഒരു ആക്ടിവിറ്റിയുടെ 5 കാരണങ്ങൾ 18-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം പൃഥക് ച ചേഷ്ടതേ ദൈവം ച പഞ്ചം. അപ്പൊ 5 കാര്യങ്ങൾ: അധിഷ്ഠാനം ഗ്രൂസ് ബോഡി, കർത്ത സോൾ, പിന്നെ കരണ സെൻസസ്, ചേഷ്ട ഉദ്യമങ്ങള്, ഭഗവാൻ. ഈ 5 കാര്യങ്ങൾ. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം നടപ്പാക്കണമെങ്കിൽ ഭഗവാന്റെ കരുണയിൽ മാത്രം. എന്ന് വെച്ചാൽ ഭഗവാനാണ് ഒറിജിൻ ചെയ്യണം. എല്ലാം കൃഷ്ണമാണ്. അപ്പൊ അഹം സർവസ്യ പ്രഭവ എന്ന് പറയുമ്പോൾ ജീവനും എന്നിൽ തന്നെയാണ് വരുന്നത്. അപ്പോ അങ്ങനെ ഓരോ കാര്യം നോക്കുമ്പോൾ അഹം സർവസ്യ പ്രഭവ എന്ന് ഭഗവാൻ പറയുമ്പോൾ അത് വളരെ വ്യാപ്തിയും ആഴമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ജീവൻ വരുന്നത് ഭഗവാനിൽ നിന്നാണ്. കാരണം ഭഗവാനാണ് ആദ്യത്തെ ജീവൻ. ആ ആദ്യത്തെ ജീവനിൽ നിന്നാണ് ബാക്കി ജീവൻ വെക്കുന്നത്. അപ്പോ ഭഗവാനെ വളരെ ഏറ്റവും അഗാധമായില്ല സർവജീവാന്ന് അഭിസംബോധന ചെയ്യണം. എന്നിട്ട് പറയാണ്, എൻ്റെ ഭർത്താവ്, ഞങ്ങളുടെ ഭർത്താവ് എന്തെങ്കിലും എന്താ പറയാ തപസ്സനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഓസ്റ്റിറ്റീസ് തപാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് തപസ്സനുഷ്ഠാനം? ഫ്രീ ഫ്രം ഫോൾസ് പ്രൈഡ് ആൻഡ് ഫുൾ ഓഫ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. മാനദേന നമ്മുടെ സകല തെറ്റായിട്ടുള്ള അഹങ്കാരങ്ങൾ ഇതെല്ലാം പിഴിഞ്ഞ് മറ്റുള്ളവരുടെ ബഹുമാനത്തോടു കൂടിയിട്ട് അങ്ങനെ ഓസ്റ്റിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ?
അങ്ങനെ കാളിയം ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണോ അങ്ങക്ക് അങ്ങക്ക് കാളിയനോട് സന്തോഷം ഉണ്ടാവാൻ കാരണം അതുകൊണ്ടാണോ? കാരണം ഈ തരത്തിലുള്ള ഓസ്റ്റിറ്റി എന്താണ് അഹങ്കാരം ഇടിഞ്ഞു പറ്റും. നമ്മള് ഓസ്റ്റിറ്റിവിറ്റി കഴിഞ്ഞതില് പഠിച്ചു തപസ്സനുഷ്ഠാനങ്ങള് സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുക, ഉള്ളിരിക്കുന്ന ഭഗവാനെ പീഡിപ്പിക്കുക, ഏതെങ്കിലും ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയമായിട്ടോ സാമൂഹികമായിട്ടോ ഏതെങ്കിലും ഉദ്ദേശത്തോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിയായിട്ടുള്ള ഓസ്റ്റിറ്റി അല്ല. ശരിയായിട്ടുള്ള ഓസ്റ്റിറ്റി മറ്റുള്ളവരെ പീഡിപ്പിക്കാതെ മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് എന്നിട്ട് നമ്മൾ ഓസ്റ്റിറ്റീസ് ചെയ്യുമ്പോൾ അത് ഭഗവാന് സന്തോഷം ഉണ്ടാവും. ഈ തരത്തിലുള്ള ഓസ്റ്റിറ്റീസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഭക്തന്മാരാണ്, അഭക്തരാണ്. അപ്പൊ നമ്മൾ കുറെ പണകം സമ്പാദിച്ച് പല ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന നിർബന്ധമില്ല. ഒന്നായ അന്യായമായിട്ട് സമ്പാദിക്കാൻ പാടില്ല. അന്യായേന നമ്മൾ 16-ാം അധ്യായത്തിൽ പഠിച്ച അന്യായമായിട്ട് സമ്പാദിക്കുന്നത് സിൻഫുൾ ആണ്. എന്നിട്ട് അത് നമ്മുടെ ഇഷ്ടപ്പോലെ ആർക്കെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇതും രണ്ടും ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത്. ന്യായമായ രീതിയിൽ നമ്മൾ പണം സമ്പാദിച്ച് അത് ന്യായമായ കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുമ്പോൾ അത് ശരിയായിട്ടുള്ള തപസ്സായി. അത് ന്യായമായ കാര്യമാണ്. ഭഗവാന് ചെയ്യുന്ന യജ്ഞം തന്നെയാണ് ഏറ്റവും ന്യായമുള്ളത്. യജ്ഞാർത്ഥം കുലകർമ്മത്വം 3-ാമത്തെ അമ്പതം പറയുന്നുണ്ട്. യജ്ഞാർത്ഥം കർമ്മം അന്യത്ര ലോകോയം കർമ്മബന്ധന പദർത്ഥം കർമ്മകൗന്ദേയ സംഘസമാചര. അപ്പൊ ഏത് കാര്യം ശരി ഭഗവാന് അനുഗ്രഹമായിട്ട് ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ടും നമ്മുടെ അഹങ്കാരം വെടിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ റിയൽ ഓസ്റ്റിറ്റി. അങ്ങനെ അത്തരത്തിലുള്ള ഒരു തപസ്സനുഷ്ഠാനങ്ങള് ഈ കാളിയം ചെയ്തിട്ടുണ്ടാകാം. അതാണോ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അതും മറ്റുള്ളവർക്ക് ഹിംസാ സർവഭൂതാനാം ആ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് സകല ആൾക്കാർക്കും നന്മ വെൽഫെയർ, സകല ആൾക്കാരുടെയും ക്ഷേമം മനസ്സിൽ സർവഭൂതങ്ങളും ഹിതം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ആ കർമ്മങ്ങള്, ആ ധാർമ്മികമായ കർമ്മങ്ങള്, അതും അങ്ങേക്ക് സന്തോഷം ജനിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണോ അങ്ങ് ഈ കാളിയനോട് അനുഗ്രഹം ചെയ്യുന്നത്? കാരണം ഇവരെന്താണ് സംഭവിച്ചത്? കാളിയന് ഭഗവാന്റെ കാൽപാദങ്ങള് കാളിയന്റെ ശിരസിൽ പതിക്കാനുള്ള ഭാഗ്യം. ഭഗവാന്റെ കാൽപാദങ്ങൾ കൂടി കാളിയന്റെ ശിരസിൽ വീഴാണ്. അതുകൊണ്ട് ഇവിടെ അടുത്ത ശ്ലോകത്തില് ഇതിന്റെ വേറെ പറയുന്നുണ്ട്. ഇതിന്റെ വേറൊരു മീനിങ് എടുക്കുകയാണെങ്കിൽ ചക്രവർത്തി പറയുന്നുണ്ട്, വേറൊരു മീനിങ് എടുക്കുകയാണെങ്കിൽ നാഗപത്നിമാർ ചോദിക്കുന്നുണ്ട്, ഇഫ് യു മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ലിവിങ് എൻറ്റിറ്റീസ് ആൻഡ് സാറ്റിസ്ഫൈ ദം വിത്ത് യുവർ കമ്പാഷൻ, സകല ജീവാത്മാക്കളെയും നിലനിർത്തുന്ന അങ്ങാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ ഭർത്താവിന്റെ തലയിൽ അങ്ങ് ചവിട്ടുന്നു എന്ന നിലയിലും ചോദിക്കാം. പക്ഷെ നാഗപത്നിമാര് ചോദിക്കേണ്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സകല ആൾക്കാരുടെയും ഈ പറഞ്ഞ എന്താണ് കമ്പാഷൻ കൊണ്ട് അവരെ ചവിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഭർത്താവിന്റെ തലയിൽ ചവിട്ടി? കാരണം അദ്ദേഹം പൂർവ്വജന്മത്തില് ഈ ധർമ്മം മാത്രമല്ല, ഈ തപസ്സനുഷ്ഠാനങ്ങൾ മാത്രമല്ല, ഭഗവാന്റെ സേവകൾ, ഭഗവാന്റെ ഇതും വന്നിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള സേവകളും ചെയ്തിട്ടുണ്ടാണ്. 30-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്,
कस्यानुभवस्य न देव विद्महे तवाङ्घ्रिरेणु स्पर्शाधिकारा यद्वाञ्छया श्री ललनाचरत्तपो विहाय कामान् सुचिरं दृढव्रता. O Lord, we do not know how the serpent Kaliya has attained this great opportunity of being touched by the dust of the lotus feet. For this end, goddess of fortune has performed the goddess of fortune has performed the austerities for centuries, giving up all other desires and taking austere vows. അപ്പോൾ അവിടെ ശാസ്ത്രകർക്ക് വേണ്ട ഈ കാളിയനുണ്ടായ ഈ ഭാഗ്യം കാളിയൻ ചെയ്ത ഓസ്റ്റിറ്റീസോ അല്ലെങ്കിൽ തപസ്സാനുഷ്ഠാനങ്ങളുടെയോ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയോ ഓസ്റ്റിറ്റീസ് ഓഫ് പേറ്റി നല്ല സൽക്കർമ്മം ചെയ്തതിൻ്റെയോ അതല്ല ഭഗവാൻ അനുഗ്രഹിച്ച് ഭഗവാന്റെ കാൽപാദം ഒരാളുടെ ശിരസിൽ വീഴുകയാണെങ്കിൽ ഈ ഇതുകൊണ്ടൊന്നും ഭഗവാന്റെ കാൽപാദം നമ്മുടെ ശിരസിൽ വീഴില്ല, ഒരാളുടെയും ശിരസിൽ വീഴാൻ പോകില്ല. അപ്പോ ഏത് തരത്തിലുള്ള കർമ്മങ്ങളായിരിക്കും ഈ കാളിയൻ ചെയ്തിട്ടുണ്ടാവുക? ടു ഗെറ്റ് ദിസ് ഇസ് അനുഭവ. കസ്യാനുഭവ, എന്താ അനുഭവം? അങ്ങയുടെ കാൽപാദം തവ അംഗ്രി രേണു സ്പർശസാധികാരം. അങ്ങയുടെ കാൽപ്പൊടി, കാൽപാദങ്ങളുടെ പൊടി തൊടാനുള്ള അല്ലെങ്കിൽ തലയിൽ ധരിക്കാനുള്ള മഹാഭാഗ്യം ചെയ്യണമെങ്കിൽ ഏത് തരത്തിലുള്ള തപസ്സാനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ ധാർമ്മിക കർമ്മമായിരിക്കും അങ്ങ് ചെയ്തിട്ടുണ്ടാവുക, അവർ കാളിയം ചെയ്തിട്ടുണ്ടാവുക. കാരണം കൊടാനുകൂടി വർഷങ്ങള് തപസ്സാനുഷ്ഠാനം ചെയ്ത ആൾക്കാർ പോലും ഭഗവാന്റെ ദർശനം കിട്ടിയിട്ടില്ല. പിന്നെയാണോ ഭഗവാന്റെ കാൽപാദം തൊടാനുള്ള ഭാഗ്യം? പിന്നെയാണോ ആ കാൽപാദം നമ്മുടെ തലയിൽ പതിയാനുള്ള ഭാഗ്യം? ലക്ഷ്മീദേവി വളരെ ആഗ്രഹിച്ചു വൃന്ദാവനത്തില് ഗോപിയായിട്ട് പോകണം, ഗോപിയായിട്ട് ആകണം എന്ന് വളരെ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഗോപനാകണം എന്ന് വളരെ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ധാരാളം വർഷങ്ങൾ തപസ് ചെയ്തു. പക്ഷേ ലക്ഷ്മി ദേവിക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, അത് ആഗ്രഹം സബലീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഭഗവാന്റെ കാൽപാദം നമ്മുടെ ശിരസിൽ പതിയാന്നുള്ളത് ഏറ്റവും റയറസ്, ഏറ്റവും വിരളമായിട്ടുള്ള ആ ഭാഗ്യമായിട്ട് കണക്കാക്കും. അപ്പോൾ കാളിയന് ഇത്രയും മഹാഭാഗ്യം കിട്ടിയത് കാളിയന്റെ നിഷ്ഠമാണോ, തപസ്സാനുഷ്ഠാനങ്ങളാണോ, അതോ ധാർമ്മികമായ കർമ്മങ്ങളാണോ എന്ന് ഞാൻ സംശയമുണ്ട്. അപ്പോൾ അടുത്ത 3 ശ്ലോകങ്ങളുണ്ട്, അത് വീണ്ടും അതിനെ പറ്റിയിട്ട് നാഗമാര് ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം നോക്കാം. താങ്ക് യു വെരി മച്ച്. ശ്രീമദ് ഭാഗവതം കി ജയ്. ജയ് ഹോ. ശില പ്രവാദി ജയ് 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 ജയ്. പ്രമാണം. ഹരി 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 ബോൾ.